ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന പുതിയ ഒരു ഹൈ ഹിറ്റായിട്ടുണ്ട്. പുതിയ ഹൈ എത്രയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈസ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് 1,09,285 USD ഹിറ്റായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രംപിൻ്റെ എഫക്റ്റ് കാരണം മാർക്കറ്റിൽ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നല്ല രീതിയിൽ മാനിപ്പുലേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം US മാർക്കറ്റ് നല്ല സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ പ്രൈസും അപ് ട്രെൻഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നല്ല രീതിയിൽ മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും, നമ്മുടെ 4 മണിക്കൂർ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് എന്ന രീതിയിലോട്ട് മാർക്കറ്റ് 99,761 USD വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നുള്ള 4 മണിക്കൂർ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് 10,000 USD ആണ് 4 മണിക്കൂർ കൊണ്ട് ഹൈ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് ചേഞ്ച് ആയത്. ഓക്കെ, നല്ല രീതിയിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വോളിയത്തിൽ നല്ല രീതിയിൽ സ്കാൽപ്പ് ചെയ്തിട്ടുള്ളവർക്ക് പ്രോഫിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള സ്കാൽപ്പാണ്. പക്ഷേ മറ്റുള്ള പ്രോജക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എതീരിയം ആവട്ടെ ലൈറ്റ് കോയിൻ ആവട്ടെ വലിയ രീതിയിൽ വേരിയേഷൻ വന്നിട്ടില്ല മാർക്കറ്റ്. പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസിൻ്റെ അകത്ത് നല്ല രീതിയിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇനി XRPയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഇതേ കാര്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഏകദേശം 3.24 USD നിന്നും പെട്ടെന്ന് 2.79 2.80 USD വന്നു. അതിനുശേഷം മാർക്കറ്റ് എന്ന് പറയുന്നത് വീണ്ടും ഹൈയിലോട്ട് പോയത് $3.23 ആണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് നമ്മുടെ ക്രാഷ് ആവാതെ നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് നിൽക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ട്രംപ് എഫക്റ്റ് കാരണം പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് വരികയാണെങ്കിലും മാർക്കറ്റിൻ്റെ അകത്ത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നല്ല രീതിയിൽ വേരിയേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. പോസിറ്റീവ് ആണെങ്കിൽ പുതിയ ഹൈ നോക്കി ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ XRPയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, XRPയും പുതിയ ഹൈ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൊളാനയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ഹൈ വരുമെന്ന്. ഏകദേശം പുതിയ ഹൈ വന്നിട്ടുണ്ടായിരുന്നു 295. അതിനുശേഷം സൊളാനയുടെ പ്രൈസ് 295 USD നിന്നും 230 USD പെട്ടെന്ന് ക്രാഷിലോട്ട് പോയി. വീണ്ടും ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 260 ആണ്. സൊളാന അതുപോലെ തന്നെ നമ്മുടെ XRP, കാർഡിനോ ഇതൊക്കെ പുതിയ പ്രൈസ് വീണ്ടും വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ലൈറ്റ് കോയിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും, ഏകദേശം 438 വന്നിട്ട് മാർക്കറ്റ് വീണ്ടും 140 വന്നിട്ട് ഏകദേശം 121 നിൽക്കുന്നത്. നമ്മുടെ ലൈറ്റ് കോയിനും പുതിയ ഹൈയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ നിങ്ങൾക്ക് സ്കാൽപ്പാണ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സൊളാന അതുപോലെ തന്നെ നമ്മുടെ XRP അതുപോലെ തന്നെ ബിറ്റ്കോയിനാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്കാൽപ്പ് ചെയ്യാൻ പറ്റിയ ഇതെന്ന് പറയുന്നത്. കാരണം നല്ല രീതിയിൽ വോളിയം വേരിയേഷൻ ഉണ്ട്. പെർപെച്വൽ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് പെർപെച്വൽ ഫീച്ചേഴ്സ് വന്നിട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒഫീഷ്യൽ ട്രംപ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. ഈ ട്രംപ് എന്ന് പറയുന്ന ഈ പ്രോജക്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഏകദേശം 7 USD നിന്നും ഏകദേശം ടോപ്പ് എന്ന രീതിയിൽ 73 USD പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 40 USD വന്നിട്ട് ഇപ്പം 58 USD ആണ്. ഈ ഒരു പ്രോജക്റ്റിൻ്റെ അകത്ത് ഒഫീഷ്യൽ ട്രംപ് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് ഇപ്പം തന്നെ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം $11 ബില്യൺ ആണ് കാണിക്കുന്നത്. അതായത് അസാമാന്യമായിട്ടുള്ള ഒരു ഗ്രോത്താണ് ഇവിടെ ഉള്ളത്. ഒഫീഷ്യൽ ട്രംപ് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. അതുമാത്രമല്ല മിക്ക ലീഡിംഗ് എക്സ്ചേഞ്ചും ഇത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മുടെ ബൈനാൻസ് എക്സ്ചേഞ്ച് ഒക്കെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെർപെച്വലാണെങ്കിൽ MXC ട്രേഡിങ്ങിൻ്റെ അകത്ത് നിങ്ങൾക്ക് എക്സ്ചേഞ്ചിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ പെർപെച്വൽ ട്രേഡിംഗ് ഫ്യൂച്ചേഴ്സ് അവർ കോൺട്രാക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാതെ നിങ്ങൾ ബൈ ആണ് സെല്ലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ലോങ് ടൈം എന്ന രീതിയിലാണെങ്കിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. പെർപെച്വൽ മാത്രം ഒഫീഷ്യൽ ട്രംപിൻ്റെ അകത്ത് ചെയ്താൽ മതി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസും കൂടുതലാണ്, മാനിപ്പുലേഷൻ നല്ല രീതിയിൽ നടക്കുന്നതാണ്. അതുമാത്രമല്ല റിസ്ക്കും വളരെ കൂടുതലാണ്. പക്ഷേ പെർപെച്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓളിയോ ഉണ്ട്, താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഏകദേശം ഇന്ത്യൻ ടൈം 3 മണിക്ക് ശേഷം 3 to 5 ഓക്കെ, വൈകുന്നേരം ഈവനിങ് 3 to 5 അമേരിക്കൻ മാർക്കറ്റ് അതുപോലെ തന്നെ ഗോൾഡിൻ്റെ മാർക്കറ്റിൻ്റെ അകത്ത് അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ ഇതിൻ്റെ എല്ലാം ഒരു ഇമ്പാക്റ്റ് എന്ന രീതിയിൽ നല്ല രീതിയിൽ വേരിയേഷൻ വരാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൻ്റെ അകത്ത് സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റൊക്കെ വെച്ച് മാത്രം ട്രൈ ചെയ്യുക. ഇനി BNB എന്ന് പറയുന്നത് ഏകദേശം 675 വന്നിട്ട് അത്ര വലിയ രീതിയിൽ വേരിയേഷൻ വന്നിട്ടില്ല. ഏകദേശം 700 USD മാത്രമാണ് ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത്. വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ XRPക്കകത്ത് കാർഡിനോ അതുപോലെ തന്നെ ലൈറ്റ് കോയിൻ, സൊളാന ഇതിൻ്റെ അകത്തെല്ലാം നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. മറ്റുള്ള പ്രോജക്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും,
ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത്ര വലിയ രീതിയിൽ വേരിയേഷൻ വന്നിട്ടില്ല. ഹെബ്ബാർ മാത്രമാണ് കുറച്ചെങ്കിലും പെർഫോം വീണ്ടും ചെയ്തത്. നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എന്ന പ്രോജക്റ്റാണ്. ഹെബ്ബാറൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഏകദേശം $1 വരെ മാർക്കറ്റ് വീണ്ടും ഹൈയിലോട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോവുകയാണെങ്കിൽ ടാർഗറ്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഈ ഒരു പ്രൈസ് 0.36 വന്നിട്ട് നിങ്ങൾ ബൈ ചെയ്യരുത്. കാരണം റിസ്ക് വളരെ കൂടുതലാണ്. കാരണം മാർക്കറ്റ് ക്രാഷ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഇത് ഏകദേശം 200% ഡൗണിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. ആൾട്ട് കോയിൻസ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വേരിയേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷേ അയോട്ടയ്ക്കകത്ത് 0.35 0.39 ആ ഒരു റേഞ്ചൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ബിറ്റ്കോയിൻ്റെ അകത്ത് പ്രൈസ് നല്ല രീതിയിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരാഴ്ച എന്ന് പറയുന്ന ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇങ്ങനെ സൈഡ് വേസ് നിൽക്കുകയാണ്. നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് സൈഡ് വേസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് ക്രമേണ പെട്ടെന്ന് വീണ്ടും ഹൈയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഓരോ പ്രോജക്റ്റിലും വേരിയേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ EOS എന്ന് പറയുന്നത് ഏകദേശം $1 പോയിട്ട് ഇപ്പോൾ 0.87 ആണ്. ഇത് വീണ്ടും $1 ബ്രേക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. നമ്മുടെ ഡോജി എന്ന് പറയുന്ന പ്രോജക്റ്റും ഏകദേശം 0.37 ആണ്. 0.43 വരെ പോയിട്ടുണ്ടായിരുന്നു. അത് ബ്രേക്ക് ചെയ്ത് നേരത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.47 ആണ്. അത് ബ്രേക്ക് ചെയ്ത് ചിലപ്പം പുതിയൊരു പ്രൈസിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവാൻ വേണ്ടി പാടില്ല. ബിറ്റ്കോയിൻ്റെ പ്രൈസ് സൈഡ് വേസ് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് ഒരു 2 ആഴ്ച കൊണ്ട് ഹൈയിലോട്ട് വരുന്നതായിരിക്കും. പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസും ഗോൾഡിൻ്റെ പ്രൈസും സൈഡ് വേസ് മാത്രം നിൽക്കണം. എങ്കിൽ മാത്രമേ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് ഇനി ഹൈയിലോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈ വന്നു. ഇന്നും നാളെ മാർക്കറ്റിൻ്റെ അകത്ത് നല്ല രീതിയിൽ മാനിപ്പുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. പുതിയ ഹൈ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. വേണമെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് എന്ന രീതിയിൽ $90,000 വേണമെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ വേണമെങ്കിലും ഡൗണിലോട്ട് പോകാം. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ട്രൈ ചെയ്യുക.